അല്ല, പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഏതാണ്ട് കഴിയാറായി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബോഡി എംബാം ചെയ്ത് ബോഡി അവരുടെ നാട്ടിലേക്ക് അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത്. അത് എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് അവർ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്യും. ഇവിടെ നിന്നും ഇറ്റാനഗറിലേക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുന്ന് കണക്ടിവിറ്റി പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്നും പിന്നെ ഇറ്റാനഗർ, പിന്നെ അവിടെ നിന്ന് ശേഷവും അവരുടെ വീട്ടിലേക്ക് കുറേയധികം ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് ഏകദേശം ഒരു 2-3 ദിവസം വരെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ കൊണ്ടുപോകും, പിന്നെ അവിടെ കുറച്ച് സൗകര്യങ്ങളുടെയൊക്കെ അപര്യാപ്തതയുണ്ട്. അപ്പോൾ അത് അവർ ആലോചിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ ബോഡി കൊണ്ടുപോകാനായിട്ടുള്ള ക്രമീകരണം ചെയ്യും. ഇപ്പോൾ വിമാനമാർഗം കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബൈ റോഡാണെങ്കിൽ അങ്ങനെ, അത് അവരെ ആലോചിച്ച് അവരെ അറിയിക്കും. അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണം നമ്മൾ ചെയ്യുന്നതാണ്. കുടുംബത്തിന് എന്തെങ്കിലും പരാതികളുണ്ടോ? അല്ല, അതിപ്പം പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. അവർക്ക് പോലീസുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സംവിധാനം നമ്മൾ പോലീസിനോട് ഈ കുടുംബത്തെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ അന്വേഷണം, പോലീസിൻ്റെ അന്വേഷണം അതതിൻ്റെ കൃത്യമായ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകും. അല്ല, അവർക്ക് അധികം പബ്ലിക്കിൽ വരാനായിട്ട് അധികം താല്പര്യമില്ല. അവരൊരു റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക്, കോളേജിൽ നിന്നുള്ളവരുടെ സഹപാഠികൾക്ക് കാണാനായിട്ടുള്ളൊരു സംവിധാനം കൊടുക്കും. അത് ആരും കവർ ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന അവർ വെച്ചിട്ടുണ്ട്. കുടുംബവും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യമാണ്. അതുകൊണ്ട് അതെല്ലാവരും ആ അഭ്യർത്ഥന മാനിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കും വയ്ക്കാനുള്ളത്. ഇല്ല, അങ്ങനെ പരാതികളൊന്നും പറഞ്ഞിട്ടില്ല. അവർ പോലീസുമായിട്ട് സംസാരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ബാക്കി അന്വേഷണം അതിൻ്റെ നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ. വിദ്യാർത്ഥികൾ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിരുന്നു? അല്ല, ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഞാൻ പലവട്ടം സംസാരിച്ചിരുന്നു. ഈ വിഷയം ഉണ്ടായ സമയം തുടങ്ങി സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ കോളേജ് മാനേജ്മെൻറ്റും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അവരുമായിട്ട് സംസാരിച്ച്, ഇല്ല പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ആയി എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു സമയമല്ല. നമ്മൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അത് കോളേജുമായിട്ട് സംസാരിച്ച് അതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കും. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുടെ സമയമല്ലല്ലോ. തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടും. അത് സംസാരിച്ച് ആവശ്യമായിട്ടുള്ള അതിനകത്തുള്ള പരിഹാരം ഉണ്ടാക്കും. അവിടുത്തെ കുട്ടികൾ നേരത്തെ മിനിസ്റ്റർ വന്ന് കണ്ടിരുന്നല്ലോ. അപ്പോൾ മിനിസ്റ്റർ മാനേജ്മെൻറ്റ് സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച മറുപടി എന്തായിരുന്നു? അല്ല, നമ്മളിങ്ങനെ ഒരു കാര്യം, ഇപ്പോൾ KTUവിൽ ഇയർ ബാഗ് സിസ്റ്റം വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ ആ വിഷയം വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. അത് നമ്മൾ KTUവുമായിട്ട് സംസാരിച്ചു. KTUവിൻ്റെ സിൻഡിക്കേറ്റ് അത് കൂടിയാലോചിച്ച് അതിനകത്ത് അത് ഒഴിവാക്കുവാനായിട്ടുള്ളൊരു തീരുമാനം, ഇയർ ബാഗ് സിസ്റ്റം ഈ വർഷം അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തിരുന്നു. ഈ വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനും കോളേജ് മാനേജ്മെൻറ്റിനോട് അതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. കാരണം സർവകലാശാല വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് തന്നെ കോളേജും പോകണമെന്നുള്ളതാണ്. പക്ഷേ കോളേജ് ഓട്ടോണമസ് ആണ്. കോളേജിന് അവർക്ക് അക്കാഡമിക് കൗൺസിൽ അത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ള ബോഡിയാണ്. മാത്രവുമല്ല, കോളേജ് പറയുന്നത് കോളേജിൻ്റെ ക്രെഡിറ്റ് സിസ്റ്റം വ്യത്യസ്തമാണ്. യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് കോളേജിനുള്ളത്. ഓട്ടോണമസ് കോളേജുകൾ പലതും അവരുടേതായിട്ടുള്ള നിലയ്ക്ക് ഇതുപോലുള്ള സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മറ്റ് പല കോളേജുകളിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് മുന്നോട്ട് പോയത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും അവർ യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് തീരുമാനമെടുത്ത് പോകാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് സ്കോറിൻ്റെ കാര്യം ഒഫീഷ്യലി അറിയിച്ചിട്ടില്ലെന്ന് കുട്ടികൾ പറഞ്ഞത് മാത്രമല്ല, ഇയർ ബാക്ക് ആവുന്ന കുട്ടികൾ, കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കുട്ടികൾ, വീട്ടിലൊന്നും ഒരു കമ്മ്യൂണിക്കേഷൻ കോളേജിൻ്റെ ഭാഗത്തുനിന്നില്ല. അങ്ങനെ എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്വം? ഇത് നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഇയർ ബാക്ക് സിസ്റ്റം ഇത് 2024 അന്നത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസ് എടുത്തൊരു തീരുമാനമാണ്. നമ്മൾ ഗവൺമെൻറ് വന്ന് എടുത്തൊരു തീരുമാനമല്ല. അന്നത്തെ തീരുമാനമാണ് 2024 ബാച്ച് മുതൽ 5th സെമസ്റ്ററിൽ ഇയർ ബാക്ക് ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ 2024 ബാച്ചിൻ്റെ 5th സെമസ്റ്റർ എന്ന് പറയുന്നത് 2026 അപ്പോഴാണ് വിദ്യാർത്ഥികൾ ഇതിൻ്റെ പ്രശ്നം പലർക്കും നേരിടേണ്ടി വന്നത്. അവർ ഒരു ഇയർ ബാക്കിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പോൾ നമ്മളിത് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പലപ്പോഴും വീടുകളിൽ ഇത് അറിയുന്നില്ല. കാരണം വിദ്യാർത്ഥികൾ ഇത്ര നിശ്ചിത ക്രെഡിറ്റ് അവർക്ക് പാസ്സാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നില്ല എന്നുള്ളതൊക്കെ ഒരു വസ്തുതയാണ്. അത് കോളേജുകൾ നേരിട്ട് മാതാപിതാക്കളെ അറിയിക്കണോ, അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യം, അവർക്കതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് KTU
സിൻഡിക്കേറ്റ് ഇപ്പോൾ പുതിയ നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ചു. പുതിയ സിൻഡിക്കേറ്റ് യോഗം ചേർന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് പിൻവലിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച്, കാരണം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒന്നും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും അത് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് ഈ സിസ്റ്റം കുറേ കൂടി സുതാര്യമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷനോട് കൂടി വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ കോളേജുകൾക്കും ഒക്കെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവും. അല്ല, ഇപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. സർവകലാശാലയുടെ തീരുമാനത്തിന് അനുസൃതമായിട്ട് കോളേജിലും ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് നടപടികൾ എടുത്തുകൊള്ളാം എന്നുള്ളതാണ് കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് അത് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്കാണ് പോലീസ് പോയിരിക്കുന്നത്. കാരണം അവിടെ ഒരു വനിതാ വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമം വരെ ഉണ്ടായിട്ടുണ്ട്. വൈസ് ചാൻസലർ തന്നെ അത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു സമരത്തിന് നമ്മളാരും എതിരല്ല. അപ്പോൾ ഞങ്ങളൊക്കെ അത്തരം സമരങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. പക്ഷേ അതിനൊരു ചില മര്യാദകളും അതിന് പാലിക്കേണ്ടതായിട്ടുള്ള ചില കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സീമകൾ ലംഘിക്കപ്പെട്ട് സമരം വേറെ ഒരു രീതിയിലേക്ക് പോവുകയും അക്രമാസക്തമാവുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ അപരിഷ്കൃതമായിട്ടുള്ള സമര രീതികളുമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് നടപടികൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ സർവകലാശാലയിലെ ഐശ്വര്യഘോഷ് പങ്കെടുക്കുന്ന പരിപാടിക്ക് സർവകലാശാല അനുമതി നിഷേധിച്ചു പറയുന്നു. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് അവർ പരിപാടി നടത്താൻ വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറുണ്ട്. ആ അപേക്ഷ കൃത്യമായിട്ട് നൽകിയിട്ടുന്നില്ല. അതുകൊണ്ട് അതിന് അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആര് പങ്കെടുക്കുന്നു എന്നുള്ളതിനല്ല പ്രശ്നം. ഒരു പരിപാടി ക്യാമ്പസിൽ സംഘടിപ്പിക്കുമ്പോൾ അതിനാരായാലും ആ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് അനുമതി ബന്ധപ്പെട്ട അധികാരികൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനൊരു കൃത്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ വന്നില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അനുമതി നിഷേധിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള സർവകലാശാല VC നിരന്തരമായി RSS പരിപാടിയിൽ പങ്കെടുക്കുന്ന വിവാദമാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പോലും കഴിഞ്ഞ ദിവസം വളരെ പക്വമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ ഒരു രീതിയെ കാണുന്നത്? നമ്മൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർവകലാശാല വൈസ് ചാൻസലർമാർ ഒരു കാരണവശാലും പ്രത്യയശാസ്ത്ര ധ്രുവീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല. അവരുടെ സ്ഥാനത്തിൻ്റെ മഹത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടികളിൽ നിന്നും അത്തരം സംഘടനകളുടെ പരിപാടികളിൽ നിന്നും മാറി നിൽക്കുവാനായിട്ടുള്ള ഔചിത്യം എല്ലാ വൈസ് ചാൻസലർമാർക്കും ഉണ്ടാവേണ്ടതാണ്. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ഒരു രീതിയാണ്. ഇതുപോലെ ഇപ്പോൾ ഗവർണർ ഇടപെട്ടുകൊണ്ട് സർവകലാശാലകൾ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. ആ ആളുകൾ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഒന്നല്ല നിരവധി വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വത്തിന് അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് യോജിച്ച പരിപാടികളല്ല. ഒരു കാരണവശാലും നമുക്ക് അതിനോട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇത് ഈ വൈസ് ചാൻസലർ എങ്ങനെയാണ് നിയമിതനായതെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ. ഈ വൈസ് ചാൻസലർ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവനകളൊക്കെ ഞാൻ കാണുകയുണ്ടായി. കേരള സർവകലാശാലയിൽ ഈ പ്രസ്തുത വ്യക്തി വൈസ് ചാൻസലറായി നിയമിതനായത് 1:1 എന്ന നിലയ്ക്ക്, ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ഞങ്ങൾക്ക് എന്ന നിലയ്ക്ക് വൈസ് ചാൻസലർ പദവി കഴിഞ്ഞ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കാലത്ത് വീതം വെച്ചപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ നിയമിതനായിട്ടുള്ള ഒരു വൈസ് ചാൻസലറാണ്. അപ്പോൾ ഈ വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കുന്നതിന് ഉത്തരവാദി എന്ന് പറയുന്നത് അന്നത്തെ സർക്കാരാണ്. കാരണം അവർ ഗവർണറുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാലയിൽ ഒരാളെ വൈസ് ചാൻസലറായിട്ട് വയ്ക്കുന്നതും CPMന് താല്പര്യമുള്ള ഒരാളെ മറ്റൊരു സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് വയ്ക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കാരണവശാലും ഭൂഷണമായിട്ടുള്ളതല്ല എന്ന് തന്നെയാണ്.